ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ 10 സെറ്റേഴ്സിൻ്റെ ആദ്യത്തെ റൈഡ് പോവാട്ടോ. ഏകദേശം എല്ലാവരും കൂടെ ഒരു 11 പേരുണ്ട്. 11 പേരെ വെച്ചിട്ട് നമ്മൾ വാഗമൺ പുള്ളിക്കാനത്ത് പോയിട്ട് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്ത് വൈബ് ആവാനായിട്ട് പോവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടോ. ഞാനിനിയിപ്പോൾ നേരെ കൊട്ടാരക്കര, അവിടെ വെച്ച് എല്ലാവരും ജോയിൻ ആവും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ കൊട്ടാരക്കര. നമ്മുടെ സ്ഥിരം വാഗമൺ പോകുമ്പോൾ നിർത്തുന്ന ഒരു പമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ, കൊട്ടാരക്കര. ഇവിടെ വെച്ചാണ് എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. എല്ലാവരും വന്നിട്ടുണ്ട്, ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഡൊമിനോർ, RS, അവഞ്ചർ, V3 എല്ലാവരും സെറ്റായി കേട്ടോ. അയ്യോ, ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വാഗമൺ, പത്തനംതിട്ട ഒരാളുണ്ട്, തൊടുപുഴയെന്ന് ഒരാളുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയാവും, എല്ലാവരും സെറ്റായിട്ടോ. ഇനിയിപ്പോൾ നേരെ വാഗമണിൽ പോയിട്ട് ഇനി വാഗമണിൽ നിന്നാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ മറ്റേ ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വെള്ളം കാണുമെന്ന് ഡൗട്ടാണ്, എങ്കിലും ഞങ്ങൾ അവിടെ പോകാനായിട്ടുള്ള പ്ലാനാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി കേട്ടോ. നമ്മുടെ ടീംസിനെയൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ പേര് പറഞ്ഞോ? ജോബിൻ. പേര് പറയൂ? ശരത്. മുഖം കാണിക്കൂ. ശരത്. ഹലോ. ഇന്ന് പൊളിക്കല്ലേ? അപ്പോൾ കേട്ടോ, പേര് പറഞ്ഞോളൂ. ലീനു. ആ ഹലോ സനൽ. ഇത് സമീലാട്ടോ. ഹലോ ബ്രോ. ഇത് എന്നാട്ടോ പേര്. അപ്പോൾ എല്ലാവരും സെറ്റായി. ഇനി നമുക്ക് നേരെ വിടാം, ചായയൊക്കെ കുടിച്ച് വൈബാട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിതാ വാഗമണിൻ്റെ ഐക്കൺ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പയ്യന്മാരെല്ലാവരും സെറ്റാട്ടോ. ചെറിയൊരു വെയിലുണ്ട്, പക്ഷേ എല്ലാവരും അടിപൊളിയാണ്, വൈബാണ്. ഇതൊക്കെ കേട്ടോ നമ്മളെ പയ്യന്മാർ എല്ലാവരും സെറ്റാണ്. ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് കേട്ടോ. നേരെ ഇനി വാഗമൺ ടൗണിൽ പോയി ഏതെങ്കിലുമൊക്കെ ഒരു നല്ല കട കണ്ടുപിടിച്ച് അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ വാഗമൺ ടൗൺ എത്തിയിട്ട് കാണാം. ഏകദേശം അങ്ങനെ നമ്മൾ വാഗമൺ ടൗൺ എത്തി കേട്ടോ. ഇവിടെ ഇതൊരു പുതിയ ഷോപ്പാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എന്തായാലും കയറി നോക്കാം. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറി. ഇനി ഫുഡ് വരട്ടെ. നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. അപ്പം, മുട്ടക്കറി, കടലക്കറി എല്ലാം ഉണ്ട് കേട്ടോ. പൊറോട്ട എല്ലാം ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൽ അവരൊരു സ്ഥലം തന്ന് അതിൻ്റെ അകത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ആക്കിയിട്ട് നമ്മളെ നിക്കറും പാട്ടുപെട്ടിയൊക്കെ എടുത്തുകൊണ്ട് നിക്കറൊക്കെ ഇട്ടേക്കുന്നത് എടുത്തിട്ട് നേരെ ഇൻഫിനിറ്റി പൂളിലോട്ട് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ സ്ഥലം. ഇനി നമ്മൾ താഴെ ഇറങ്ങി പോകാനുണ്ട്. കുറച്ച് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ വഴി തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അറിയാവുന്നവരെ കൊണ്ടുവന്നാൽ വഴി തെറ്റില്ല. ഓക്കെ, സ്ഥലത്തെത്തി കേട്ടോ. യെസ്, എല്ലാവരും ഉണ്ട്. അടിപൊളിയാട്ടോ. പക്ഷേ വെള്ളം കുറവാണ്. വെള്ളം ഉണ്ട്, പക്ഷേ ഒഴുക്കങ്ങനെ ഇല്ല. വെള്ളച്ചാട്ടമായിട്ട് പോലെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുളിക്കാനുള്ള വെള്ളമുണ്ട്. എല്ലാവരും കുറച്ച് സീനാട്ടോ വരാൻ. അപ്പോൾ ഒന്ന് തന്നെയാണ് നേരെ കുളത്തിൽ. അയ്യോ, നമുക്ക് നേരെ അങ്ങ് അറ്റത്ത് പോവാം. അവിടെ ആയിരിക്കും വൈബ്. അങ്ങനെ നമ്മളാ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഗൈസ്, ഇവിടെ വൈബായിരുന്നു കേട്ടോ. എല്ലാവരും കുറേ നേരം നിന്ന് കുളിച്ചു. സമയം 11 മണിയെ കണ്ടാവാറായി കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി പോകാൻ വേണ്ടില്ല, സെറ്റാണ്. ഇനി നമുക്ക് നേരെ പൈൻ ഫോറസ്റ്റ് പോകണം എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് നേരെ പൈൻ ഫോറസ്റ്റ് ഇടാം. ഗൈസ്, ഇത് നമ്മളെ ട്രിപ്പിൽ വീണ്ടും പിന്നെ ജോയിൻ ചെയ്ത ആളാട്ടോ. പേര് പറ. മുഹമ്മദ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലോവർ പൈൻ വാലിയിലോട്ട് പോകാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വിടാം. കുളിച്ച് കഴിഞ്ഞൊരു റിഫ്രഷ് ആയ കേട്ടോ കുളിച്ചപ്പോൾ. ഇനി ലോവർ പൈൻ വാലി, എന്നിട്ട് നമ്മൾ ലഞ്ച് കഴിക്കും. എന്നിട്ട് നമ്മൾ പുള്ളിക്കാനം ഹിൽസിലോട്ട് പോകും കേട്ടോ. ഗൈസ്, നമ്മളിതാ പൈൻ വാലിയിലോട്ട് വന്നേക്കാം കേട്ടോ. എല്ലാവരും ഉണ്ട്. ഇനി നേരെ നമുക്ക് പൈൻ വാലിയിലോട്ട് പോവാം. ഈ പൈൻ ഫോറസ്റ്റിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങൾ വരികയാണെങ്കിൽ ലോവർ പൈൻ വാലി എന്ന് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് ഇവിടെ വന്നാൽ
10 രൂപ, വെറും 10 രൂപ എൻട്രി എടുത്തിട്ട് നല്ല അടിപൊളി പൈൻ ഫോറസ്റ്റ് എൻജോയ് ചെയ്യട്ടതാ. ഇവിടെ സൈഡിലായിട്ടൊരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. അതാ നോക്കി, അടിപൊളി. നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ. നോക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. സമയം 3 മണിയായി. ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ബ്രോ, ബിരിയാണി അവൈലബിൾ അല്ലേ? ബിരിയാണി ഇല്ല. വേറെ എന്താ ഉള്ളത്? വേറെ ഫ്രൈഡ് റൈസ് ഉള്ളു. ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട. ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി വീണ്ടും രാവിലെ കഴിച്ച റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ബിരിയാണി കഴിക്കാം. നല്ല വിശപ്പുണ്ട്. 3 മണിയായിട്ടോ. നമ്മളെല്ലാവരും സെറ്റായിട്ടോ. ഏകദേശം മഴയൊക്കെ പെയ്യാറായി നിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് പുള്ളിക്കാനം പിടിച്ച് എങ്ങനെയെങ്കിലും ടെൻ്റ് അടിക്കണം. അതാണ് അടുത്ത പ്ലാൻ. നമ്മൾ ചിക്കനൊക്കെ വാങ്ങി കേട്ടോ. കുറേ സംഭവങ്ങൾ വാങ്ങി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു, സെറ്റായിരുന്നു. വണ്ടി ഫുള്ള് ലഗേജ് കേട്ടോ. ആഹാ ഗായ്സ്, നോക്കിയേ. ഓ, എന്താ അടിപൊളിയാ. തേയിലക്കൊക്കെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ ലഗേജ് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാം. പോട്ട് ഡ്യൂക്കിൻ്റെ ബേക്കിലിരിക്കുന്ന സാധനങ്ങൾ നോക്കിയേ. ഒരു ലോഡ് സാധനമുണ്ട് കേട്ടോ. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ വണ്ടിയുടെ ബേക്കിലും പിന്നെ നമ്മളെ കൂടെ വരുന്നവരുടെ വണ്ടിയുടെ ബേക്കിലുമായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും മലമുകളിൽ പോയിട്ട് എല്ലാം അൺബോക്സ് ചെയ്യാം. നല്ല അടിപൊളി പച്ചപ്പാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ വെയിലും ഇല്ല, ഒന്നുമില്ല. നല്ല അടിപൊളി സൂപ്പർ ക്ലൈമറ്റ് വൈബ്. ഇനി ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നേരെ നമ്മുടെ പുള്ളിക്കാനം ശ്രീലക്ഷ്മി പാറയിൽ എത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ ആ സ്ഥലത്ത് എത്തി കേട്ടോ. കഴിഞ്ഞാണ് വന്നപ്പോൾ ഇരുട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേ കയറി അങ്ങനെ കയറി അതിലേ ആ ഒരു ടോപ്പിലെത്തണം കേട്ടോ. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ചോരപ്പുഴ ഒരുകയാണ് ഇവിടെ. X3 കിറ്റ് കയറ്റിയ ഡൊമിനോറാട്ടോ. ഞങ്ങളിതാ മേളിലെത്തി കേട്ടോ. ഇവിടെ ഒരു ഫിലിം ഷൂട്ടൊക്കെ നടക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സാധാരണ അപ്പുറത്താണ് സെറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. സൂര്യൻ ഉദിക്കുന്നത് ഇവിടെയായിരുന്നു കഴിഞ്ഞതിന്. അപ്പോൾ ആ ഒരു വ്യൂവും കിട്ടും. നമ്മളിവിടെ മേളിൽ വന്നിട്ട് എല്ലാവരും താഴ്ന്ന് അടപ്പള കേട്ടോ. അപ്പോൾ ഒരു മഴ വരാൻ ചാൻസ് ഉണ്ട്. വണ്ടിയിലാട്ടോ നമ്മുടെ ടെൻറ്റും ക്യാമ്പ് ഫയറിനുള്ള വിറകൊക്കെ ഉള്ളത് നമുക്ക് സെറ്റാക്കാം. ടെൻറ്റ് സെറ്റാക്കാം. നമ്മുടെ പയ്യൻ ചെറുതായിട്ടൊന്ന് വീണ് കേട്ടോ. അങ്ങനെതാ ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. നമ്മള് ഡോക്ടറാണ്. കൈ ഇനിയിപ്പോ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒട്ടിച്ച് വിടാനുള്ള പരിപാടിയാണ് കേട്ടോ. സെറ്റല്ലേ? ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കോട ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫിലിം ഷൂട്ടിങ്ങിലൊക്കെ എടുത്ത് കേട്ടോ. ഇവരവിടെ വന്നിട്ട് ചുമ്മാ സംസാരിക്കുന്ന ഷൂട്ടൊക്കെ ഡ്രോണും അവിടെയൊക്കെ ക്യാമറയൊക്കെ വെച്ചിട്ട് എടുത്തോണ്ടിരിക്കുക കേട്ടോ. കണ്ടോ ആ കൈ ഒന്ന് കാണിച്ചേ. ആ കൈ നമ്മൾ 10 സെറ്റേഴ്സ് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൈ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം നമുക്ക് ഡോക്ടർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഡോക്ടർ വരെ ഇവിടെ ഉണ്ട്. എല്ലാം സെറ്റാക്കി തരും. കണ്ടോ പയ്യൻ സെറ്റായി. ഇനിയിപ്പോൾ വേറെ ഒരു പ്രശ്നമില്ല. നമ്മളിതാ ടെൻ്റൊക്കെ അടിച്ച് സെറ്റായി. അടിപൊളി കോട വന്നു കേട്ടോ. ഞങ്ങളിതാ ഫുള്ള് ടെൻറ്റ് സെറ്റ് ചെയ്ത് 1, 2, 3, 4, 5, 6 ടെൻ്റ് ഉണ്ട്. 6 ടെൻറ്റും പിന്നെ ബൈക്കുകളെല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാം സെറ്റ് കേട്ടോ. നല്ലതാ കോട നോക്കിയേ. വൈബ് കോട. ചിക്കൻ്റെ മസാല സെറ്റാക്കും കേട്ടോ. ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കി കുറച്ച് വിറകുകൂടെയൊക്കെ വെക്കാണ്ട്. പിന്നെ നമ്മൾ ഗ്രില്ല് സെറ്റാക്കും. ഗ്രില്ല് അവിടെ ഇനിയിപ്പോൾ സെറ്റാക്കും. जो तेरी देखी शराबी दिल हो
ഓ മോനെ പൊളി സൂപ്പർ സാക്ഷിയായി ഭാവങ്ങളേകുന്ന നമ്മുടെ സെൻസേഴ്സിന്റെ ആദ്യത്തെ ഇത്രയും പേര് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയും ആൾക്കാർ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ സന്തോഷം നിറഞ്ഞൊരു വൈബ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ആവട്ടെ. അതേ സന്തോഷമുണ്ട്. ഇനിയും അടുത്ത റൈഡിനൊക്കെ വരും, ഉറപ്പാണ്. ചിക്കനൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ, നല്ല രീതിക്ക് സെറ്റായി വരുന്നുണ്ട്. സമീൽ ബ്രോയും നോക്കൗട്ടറും ലിനു ബ്രോയും എല്ലാവരും കൂടെ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഉണ്ട്, ഈ ക്യാമ്പ് ഫയർ ഇടാനൊക്കെ ആയിട്ട്. നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ട് കത്തി തീർന്ന ആ ഒരു വിറകിൻ്റെ മുകളിൽ ചിക്കനും സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് കനലൊക്കെ സെറ്റാക്കി കേട്ടോ. അവിടെ നമ്മുടെ ടെൻറ്റ് ഇങ്ങനെ ഇഷ്ടംപോലെ ടെൻറ്റ് ഉണ്ട് കേട്ടോ, ഒരു 6-7 ടെൻറ്റ് ഉണ്ട്. ഞങ്ങളെ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഉണ്ടാക്കി ലൈറ്റ് ആട്ടോ, അതിങ്ങനെ ഒരു പോസ്റ്റ് പോലെ വെച്ചേക്കുക. ആ ലൈറ്റിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. പരിപാടിയെല്ലാം കഴിഞ്ഞു, തലങ്ങണയെല്ലാം സെറ്റാക്കി കേട്ടോ. നമ്മൾ സെറ്റേഴ്സിന് വേണ്ടിയിട്ട് തലങ്ങണയെല്ലാം വാങ്ങിച്ച് സെറ്റാക്കി. ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോകട്ടോ. സമയം ഇപ്പോൾ രാത്രി 11-12 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ. നല്ല കാറ്റാട്ടോ. ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. ഇത് കണ്ടോ, 5 മണിക്ക് എണീറ്റപ്പോൾ കിട്ടിയൊരു നോക്കി ആകാശം നോക്കിയേ എങ്ങനെ കിടക്കുന്നതെന്ന്. സമീൽ ബ്രോയൊക്കെ താന്നിക്കുന്നതാ. അവർക്ക് സൺറൈസ് കിട്ടിയിട്ടുണ്ട്. ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ, അടിപൊളി. ഇഷ്ടംപോലെ ഇവിടെ ആളാണ് കേട്ടോ. നമ്മളിതാ നമ്മുടെ വിഷ്ണു 650 മാഗിയൊക്കെ കൊണ്ട് താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് മാഗി വാങ്ങാനായിട്ട് നമ്മൾ പോവാണ്. എന്തായാലും അടിപൊളി മോർണിംഗ് ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് വന്നു കേട്ടോ അവിടെ ജീപ്പിലൊക്കെ ആയിട്ട്. സെറ്റ് എല്ലാവരും കട്ടൻ കൂടി. കട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പർ കട്ടനായതുകൊണ്ട് നമുക്ക് എടുത്ത് കുടിക്കാം കേട്ടോ. അടിപൊളി. അവിടെ ഓക്കെയാണ്, നൈസാട്ടോ. പട്ടിക്കുട്ടനൊക്കെ വന്നു, എല്ലാവരും വൈകുമായിട്ട് കട്ടനൊക്കെ കുടിച്ച് നിൽക്കുക കേട്ടോ. നമ്മളിതാ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്തതാ ഇപ്പി നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. മാഗി ഏകദേശം സെറ്റ് വരുന്നുണ്ട്, അടിപൊളി. നമ്മൾ മാഗി ഉണ്ടാക്കി എല്ലാവരും തിന്നോണ്ടിരിക്കുക കേട്ടോ. മാഗി എങ്ങനെയുണ്ട്? മാഗി കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറേ വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം വേസ്റ്റ് അവിടെ ഫുള്ള് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വേസ്റ്റിലേക്കാക്കണം. പിന്നെ ടെൻ്റ് എല്ലാവരും മടക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നേരെ താഴേക്ക് തെറിയാം. ടെൻ്റെല്ലാം ഒന്ന് മടക്കട്ടെ. നമ്മളെല്ലാവരും ഇറങ്ങാൻ പോകട്ടോ. അതാ ഇവിടെയാണ് നമ്മൾ സ്റ്റേ അടിച്ചത്. ഒരു തുള്ളി വേസ്റ്റ് പോലും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളെല്ലാം പറക്കി ക്ലീനാക്കി കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായി സെറ്റായി. ഇനിയിപ്പോൾ താഴെ നമ്മുടെ വിഷ്ണു 650 ഒക്കെ വന്നപ്പോൾ അവിടെ കുളിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. അവർ വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വണ്ടിയും കൊണ്ട് വരും കേട്ടോ. ഡൊമിനോറൊക്കെ എക്സ്ട്രീ കിറ്റ് കയറ്റിയ ഡൊമിനോറാണ്. അതുകൊണ്ട് വീണാൽ 10-25,000 രൂപ പൊടിയും. അതുകൊണ്ട് നോക്കി എടുത്തുകൊണ്ട് വന്നത്. പിന്നെ സമീൽ ബ്രോ ഒന്ന് വീണ കേട്ടോ അവിടെ. വേറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടാ സ്പോട്ടെന്ന് അറിയത്തില്ല, എവിടെയെങ്കിലുമൊക്കെ പോകണം. ഗൈസ് അവിടെ കാണുന്ന കേട്ടോ എന്തോ 5 തുള്ളി ടണലിൻ്റെ വേറൊരു എൻ്റെ ആട്ടോ ഇത്. അപ്പോൾ അടുത്ത സ്ഥലം ഇത് കണ്ടോ,
കാണൂ ഗൈസ്, ഹെൽമെറ്റൊക്കെ വെച്ച് നിക്കറൊക്കെ ഇട്ട് ബൂട്ടൊക്കെ ഇട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കുളിക്കാം. കുളിയൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഫുഡ് അടിക്കണം, ഫുഡ് അടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ. ഒരു 2 ദിവസം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം കേട്ടോ നമ്മുടെ ടെൻസറ്റേഴ്സിനെ പറ്റിയിട്ട്. നമ്മുടെ ഈ ഒരു ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കേട്ടോ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് ട്രിപ്പിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെൻസറ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻസറ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് അടിപൊളി റൈഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമുക്ക് പൊളിക്കാം, നമുക്ക് ഒരുമിച്ച് പൊളിക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. അതായത് രാവിലെ ഞങ്ങൾ വാഗമൺ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വാഗമൺ ടൗണിൽ തന്നെ ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു നാച്ചുറൽ പൂളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല അടിപൊളി ഒരു കുളി കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലോവർ പൈൻ വാലി ആട്ടോ പോയത്. സാധാരണ പൈൻ വാലി അല്ല, ലോവർ പൈൻ വാലി എന്ന് പറയുമ്പോൾ അവിടെ ആരുമില്ല, ഒരു തിരക്കുമില്ല. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് കുറച്ച് നേരം അവിടെ പോയി എല്ലാവരുമായിട്ട് സംസാരിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ലടിച്ചതിന് ശേഷം നമ്മൾ നേരെ വാഗമണിൽ വന്നിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ പുള്ളിക്കാനം ഹിൽസിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ടോപ്പിൽ കയറി പിന്നെ നമ്മുടെ ക്യാമ്പിംഗ് പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ചിക്കൻ ചുടൽ, ക്യാമ്പ് ഫയർ, ടെൻ്റ് അടിക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. നൈസായിരുന്നു. ആ ഒരു നൈറ്റ് അടിപൊളി ഒരു നൈറ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ തന്നെ മലയുടെ മുകളിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. എന്നിട്ട് ഇപ്പോൾ തിരിച്ചിറങ്ങി ഉച്ചക്കലത്തെ ലഞ്ച് കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇതായിരുന്നു നമ്മുടെ ട്രിപ്പിൽ നടന്നത്. നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ക്യാമ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ക്യാമ്പിങ് സാധനങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ ഉറപ്പായും നിങ്ങളെയും കൊണ്ടുപോകുന്നതാണ് കേട്ടോ. പിന്നെ വന്നവരെല്ലാവരും നല്ല വൈബ് പയ്യന്മാരായിരുന്നു. അവരെല്ലാവരും നല്ല രീതിക്ക് കമ്പനിയായി, എല്ലാവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ ക്രിയേറ്റ് ആയി കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം.